يا رسول الله يا رسول الله يا حبيب الله يا حبيب الله. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني. ഖുത്ബ് الزمان ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനുഭാവൻ്റെ അഭിവന്യരായ ഖലീഫമാരെ, പ്രിയങ്കരായ പണ്ഡിത ശ്രേഷ്ഠരെ, സ്നേഹസമ്പന്നരായ ജ്യേഷ്ഠാനുജന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, സഹോദരങ്ങൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ വിധിയുണ്ടായി. നാളെ സ്വർഗലോകത്തും സംഗമിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളഖിലും പടച്ച തമ്പുരാൻ്റെ പ്രീതിക്കായി ചെയ്തു തീർക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. അവസാനം അള്ളാഹുവെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ റിള തൃപ്തി സ്വായത്തമാക്കുന്ന യഥാർത്ഥ ഫായിസീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കേരളത്തിൽ വ്യാപകമായി തിരുകേശ സംബന്ധിയായ ചർച്ച നടന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ചർച്ച കേരളത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ചർച്ചകൾ നടക്കുമ്പോൾ, വിഷയാധിഷ്ഠിതമായ സംവേദനങ്ങൾ നടക്കുമ്പോൾ സമൂഹത്തിന്, ഉമ്മത്തിന് വൈജ്ഞാനികമായ പുരോഗതി, നേട്ടം ഉണ്ടാകുകയാണ് പൊതുവെ ചർച്ചകളുടെയൊക്കെ അന്ത്യത്തിൽ കാണാറ്. ഏതൊരു വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിൽ നിഷ്പക്ഷമായി കാര്യങ്ങളെ ആലോചിക്കുന്ന, അല്ലെങ്കിൽ പക്ഷപാതികളായി കഴിഞ്ഞിരുന്ന ആളുകൾ തങ്ങളുടെ വീക്ഷണവും തങ്ങളുടെ നിലപാടുകളും ശരിയാണോ എന്ന് ഒരന്വേഷണത്തിന് തയ്യാറാകുക എന്നത് ഇത്തരം ചർച്ചകളുടെ പരിണിത ഫലമായി നടക്കാറുണ്ട്. പൊതുവെ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ വിമലീകരിക്കാൻ പോരുന്ന രീതിയിൽ നാളിതുവരെയായി സമൂഹം രക്ഷപ്പെടാൻ വേണ്ടി അനുഷ്ഠിക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങളും ആചാര സമ്പ്രദായങ്ങളും വിശ്വാസ സംഗതികളും ഒക്കെ കൂടുതൽ പരിപോഷിപ്പിക്കപ്പെടുക എന്നത് ഇത്തരം ചർച്ചകളുടെ അനന്തരഫലമായി നടക്കാറുള്ളത്. ഖേദകരമെന്ന് പറയട്ടെ, തിരുകേശ സംബന്ധിയായി കേരളത്തിൽ ചർച്ച നടക്കുകയും ജനാബ് AP കാന്തപുരം, അദ്ദേഹത്തിന് എവിടെ നിന്നോ ഒരു മുടി കിട്ടി, ആ മുടിയുടെ സാധുത നാം പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
അദ്ദേഹത്തിന്റെ മുടിയുമായി നടക്കട്ടെ. പക്ഷെ അതിനെ തുടർന്നുണ്ടാകുന്ന ചർച്ച എല്ലാ സീമകളും അതിലംഘിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് നാളിതുവരെയായി അനുഷ്ഠിച്ചു പോന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ ചില സമീപന രേഖകളിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. ഈ ആദ്യമായി ചർച്ച തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അഭിവന്യരായ ഗുരുവര്യൻ ആധുനിക ഇസ്ലാമിക നവോത്ഥാന പ്രക്രിയകളിൽ സജീവ സാന്നിധ്യമായി ഉമ്മത്തിന് നായകത്വം കൊടുക്കുന്ന ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി. ഞാൻ ഈ പേര് ഈ രീതിയിൽ പരിചയപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ പെരുമ്പാവൂരിലെ പരിസര പ്രദേശത്തിലെ ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും, ഖുതുബുസ്സമാൻ അത്രയൊക്കെ ഉയർന്നോയെന്ന്. ഇൻഷാ അല്ലാഹ് കേരളത്തിൽ ഈ ചർച്ചയും ഖുതുബുസ്സമാന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രചരണ പരിപാടിയും പൂർത്തിയാകുന്നതോടുകൂടെ ഒരു സത്യം കേരളക്കര മനസ്സിലാക്കും. ആത്യന്തികമായി വിജയിക്കാൻ, ഏകനായ ദൈവം തമ്പുരാനിലേക്ക് എത്തിപ്പെടാൻ ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ പഠിപ്പിച്ച യഥാർത്ഥമായ ദീൻ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വഹാബി വര്യന്മാർ ഉൾക്കൊണ്ട പൂർവിക മഹത്തുക്കളുടെ മഹിതമായ ചര്യയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട യഥാർത്ഥമായ ഇസ്ലാം അത് പ്രചരിപ്പിക്കുക എന്ന ഏറ്റവും ദൗത്യപൂർണമായ ശ്രമകരമായ പരിപാടിയാണ് ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി എന്ന് പറയുന്ന 21ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകൻ നിർവഹിക്കുന്നത് എന്ന് കേരളത്തിലെ ജനതതികളെ ആപ്പാടെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? കേരളത്തിൽ ഒട്ടനേകം പണ്ഡിത സഭകളുണ്ട്, പണ്ഡിത പ്രസ്ഥാനങ്ങളുണ്ട്, പാണ്ഡിത്യത്തിന്റെ പേരിൽ നിലകൊള്ളുന്ന ആളുകളുണ്ട്. അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വക്രീകരിക്കപ്പെട്ട ദീനിന്റെ വികൃത മുഖത്തെ പൂർണ്ണമായും വിമലീകരിച്ചുകൊണ്ട് ലോകജന സഞ്ചയത്തിന് രക്ഷപ്പെടാനുള്ള സൂത്രവാക്യം പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ആമുഖമായി ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സുന്നത്തമായത്തിന്റെ പേരിൽ കേശവിവാദത്തോടുകൂടെ അതിവ്യാപകമായ ദുരന്തമാണ് ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. ഈയിടെ ഈ പരിസരത്ത് എവിടെയോ പേരോട്ടുകാരനൊരു സാധു വന്നിട്ട് വമ്പിച്ച പ്രഭാഷണം നടത്തിയത്രേ. എന്താ മൂപ്പര ആ നീട്ടലും കുറിക്കലും ഒക്കെ പാടെ ഞാൻ ആ കേസറ്റ് ഒന്ന് കേട്ടു. മിമിക്രിക്ക് പകരിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു സാധനം എന്നിങ്ങനെ പറയാ. കുറെ ആളുകൾ ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് തലി കെട്ടി ഇറങ്ങിയോണ്ട് ആയില്ല. തലി കെട്ടി ഇറങ്ങിയോണ്ട് ആയില്ല. ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തിയുടെ മഹിതമായ ഈ പരിശുദ്ധമായ ദീൻ, മഹാനുഭാവൻ പരിചയപ്പെടുത്തുന്ന സമ്പൂർണ്ണ ദീൻ ഇന്ന് എന്താ പണ്ഡിത സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ അവരെ പണി? നമ്മളൊക്കെ നാട്ടിൽ കൂടെ ആളുകൾ മരണപ്പെടുന്നു, ഈമാനിലായി ചിരിച്ച് സന്തോഷത്തിൽ തൗഹീദ് ചൊല്ലി മരിക്കണം എന്നാണ് ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മളൊക്കെ ആഗ്രഹിക്കും, ആളുകൾ കണ്ടാ സലാം പറഞ്ഞ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, ഈമാൻ കിട്ടി മരിക്കാൻ ദുആ ചെയ്യണം കേട്ടോ. പഴയ കാലത്തൊക്കെ അങ്ങനെ വസിയത്ത് ചെയ്യുമായിരുന്നു, ഈമാൻ കിട്ടി മരിക്കണം, ഈമാൻ കിട്ടി മരിക്കണം. അതിനുവേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അതൊക്കെ ഇപ്പോ വളരെ കുറഞ്ഞു പോയി. അങ്ങനെ ഒരു വസിയത്തൊന്നും സമൂഹത്തിൽ ഇല്ലാതെയായി ഇങ്ങനെ വന്നിട്ട് ഇപ്പോ സംഘടന ഒരാളെ കണ്ട അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം ഏതാവും പാർട്ടി ഈക്യ, ഏപ്യ, കീപ്യ, ജേപ്യ അങ്ങനെ ചോദിക്കാൻ ആളുകൾ. സലാം പറയണോ പറയണ്ടേ? പരിഗണിക്കണോ അവഗണിക്കണോ? ഈ രീതിയിൽ വളരെ മോശമായി മുസ്ലിം ഉമ്മത്തിനെ സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടി ഒരു ടീം ഉണ്ടായിരുന്നതിൽ അപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് എല്ലാരും വന്ന് പറയും ഞങ്ങൾക്ക് മദ്രസകൾ 10,000.
ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് അധ്യാപകന്മാർ ഒക്കെപ്പാടെ ഒരുക്കി തൂക്കി പാർന്ന് ഒരു കപ്പിലാക്കിയാൽ, ഒരു കപ്പിലാക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. കുറെ വ്യഭിചാരം, കുറെ സുവർഗ സംഭോഗം, കുറെ അധാർമിക പ്രവർത്തനങ്ങൾ, കുറെ അശ്ലീലതകൾ, കുറെ തമ്മിലടികൾ, കുറെ സംഘർഷങ്ങൾ, കുറെ സംഘട്ടനങ്ങൾ, കുറെ പരസ്പരം പോർവിളികൾ, ഇങ്ങനെ വേണ്ടാത്തതിന് മുഴുവൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ടീമായിട്ട് സംഘടനകൾ മാറുക. അവസാനം വീട്ടിലെ സംഘടനക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ആള് മരണപ്പെടുകയാണ്. എന്തേനോന് പണി? 40 കൊല്ലം ജമിയത്തുൽ ഉലമക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കായിരുന്നു അല്ലേ? ഇപ്പൊ എന്താ? മരണത്തിന്റെ വക്രത്തിലാണ്. എന്താ കോലം? ഒറ്റ അവശന. മരണം എങ്ങനെയായിരുന്നു? അതൊന്നും പറയണ്ട, ഒന്നും പറയണ്ട അല്ലേ? വാപ്പ മരിക്കാണ്, വാപ്പന്റെ അരികിലിരുന്നിട്ട് ചൊല്ലിക്കൊടുക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പൂർണമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർമ്മപ്പെടുത്തുമ്പോ സന്തോഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലല്ല, പിന്നെ കുഞ്ഞിപ്പോ മാളുവോ. ഇതിന് പരിഹാരത്തിന് പകരം ഉമ്മത്തിന്റെ ഈമാനിനെ പരിഹസിക്കുന്ന ആധുനിക പണ്ഡിത പ്രവൃത്തികളുടെ കുറ്റിയറ്റു പോയാൽ മാത്രമേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈമാനിലായി മരിക്കാൻ സാധിക്കുകയുള്ളൂ, പഴയ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ, യശസ്സാർന്ന ആഖിറത്തിലെ ജീവിതം സ്വായത്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഖുതുബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദലില്ലഹുൽ അലി മഹാനുഭാവൻ പഠിപ്പിക്കുക മാത്രമല്ല പ്രയോഗവൽക്കരിച്ചുകൊണ്ട് തന്നെ ബൈഅത്ത് ചെയ്ത് ഈമാനിലായി ബൈഅത്ത് ചെയ്ത ആളുകളെ ചൂണ്ടിയിട്ട് നിങ്ങൾ അവർ മരിക്കുന്ന സമയത്ത് പോയി നോക്ക്, ഈമാനിലായി ചിരിച്ചു മരിക്കുന്നത് കാണാമെന്ന് പറഞ്ഞ് നൂറുകണക്കിന് ആളുകൾ മരിക്കുന്നതിന് ഷാഹിദായിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ മരണത്തിന് തൗഹീദിലായി സന്തോഷത്തിലായി ഈമാനിലായി മരിക്കുന്നതിന് സാക്ഷീകരണം നടത്തിക്കൊണ്ട് ഖുതുബുസ്സമാൻ പുതിയ ലോകത്തോട് പറയുന്നു, ഈ യശസ്സാർന്ന ഇസ്ലാമിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് ഉമ്മത്ത് തിരിച്ചു വരണമെന്ന്. ഇതല്ലേ പറയേണ്ടത്? അതല്ലേ പറയേണ്ടത്? അത് പറയുമ്പോ ആളുകൾ അതിൽ കൂടും അല്ലേ? പേരോട് സക്കാഫി പറയണ്, സുൽത്താനെ ആദ്യമായിട്ട് എതിർത്ത് ഞങ്ങളാണ്. ഞങ്ങളാണ് ആദ്യം എതിർത്ത്, മറ്റൊരു ആദ്യം എതിർത്തില്ല. സമസ്തക്കാർ ആദ്യം എതിർത്തില്ല, ഇവരാണ് ആദ്യം എതിർത്ത്. അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരും അങ്ങോട്ട് പോയിട്ടില്ല, മറ്റൊരു കൂട്ടത്തിൽ നിന്നാ പോണത് അല്ലേ? ഖുതുബുസ്സമാന്റെ ഒരു ഖലീഫയുടെ പേരെന്താണെന്നറിയുമോ നിങ്ങൾക്ക്? മംഗലാപുരത്തെ അബ്ദുർ റസാഖ് സഖാഫി. ചിശ്തി ത്വരീഖത്തിൽ ഖുതുബുസ്സമാനിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ച ആളുകൾക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുന്ന മറ്റൊരു വ്യക്തിയുടെ പേരോട് കേൾക്കാൻ വേണ്ടി പറയുന്നു. മുസ്തഫ സഖാഫി വഴിക്കടവ് എന്ന് പറയുന്ന മറ്റൊരു സഖാഫിയാണ്. നിങ്ങളുടെ പാളയത്തിലെ നെറികെട്ട പ്രവർത്തനങ്ങൾക്ക് സാക്ഷീകരണം നടത്താൻ ഇനി എന്റെ ജീവിതം ഞാൻ വെക്കുന്നില്ല, മാറ്റിവെക്കുന്നില്ല. വിജയിക്കാനുള്ള സൂത്രവാക്യം അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഖുതുബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി എന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ടിന്റെ നായകന്റെ സവിധത്തിങ്കിലേക്ക് ചെന്നുകൊണ്ട് പഴയ ഇസ്ലാമിന്റെ മഹിതമായ മാർഗരേഖയിലേക്ക് വഴി കാണിക്കണം, എനിക്ക് ഈമാനിലായി ചിരിച്ചു മരിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാർഗസരണിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്കൊന്നും അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഖുതുബുസ്സമാന്റെ ചാരെ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഖുതുബുസ്സമാനെ ബൈഅത്ത് ചെയ്തുകൊണ്ട് മഹിതമായി മാർഗത്തിന്റെ പ്രചരണവുമായി രംഗപ്രവേശം ചെയ്ത് ഉന്നതമായ പ്രവർത്തനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പേരോടിനെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ കൂട്ടത്തുനിന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തുനിന്ന് ആരും പോണില്ല, ഒക്കെ മറ്റോടത്തുനിന്നാ പോണു. പിന്നെന്തിനാ നിങ്ങൾ ബേജാറാണ്? എന്തിനാ ബേജാറാണ്? വെള്ളിയാമ്പുറത്ത് പോയിട്ട് അന്വേഷിക്കുക. നിങ്ങളുടെ സജീവ പ്രവർത്തകന്മാർ ഈ സമീപ ഭൂതകാലത്ത്
ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സജീവ SSFന്റെ പ്രവർത്തകർ, SYSന്റെ പ്രവർത്തകർ ഈ നെറികെട്ട പോക്ക് ശരിയല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖുത്ബുസ്സമാനിൽ നിന്ന് തൗഹീദ് സ്വീകരിച്ച് ആ യഥാർത്ഥമായ ഇസ്ലാമിലേക്ക് മടങ്ങി. അതുകൊണ്ട് വിറളി പൂണ്ട് നിങ്ങൾ അല്ലേ? എന്നിട്ട് പറ ഇതിന് വിലങ്ങിടാൻ വേണ്ടി, എതിർക്കാൻ വേണ്ടി ആദ്യം ഇറങ്ങിയ ആൾക്കാർ ഞങ്ങളാണ്. എന്നിട്ട് പ്രഖ്യാപിക്കാണ്, തലയിൽ കെട്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. എന്നാൽ ത്വരീഖത്ത് സംബന്ധിയായി ഖുത്ബുസ്സമാന്റെ പരിചയപ്പെടുത്തുന്ന ത്വരീഖത്ത് ശരിയല്ല എന്ന് നിങ്ങൾ തലയിൽ കെട്ടിയിട്ട് തലപ്പാവ് ധരിച്ച് തൊപ്പി ധരിച്ച് നല്ല ജുബ്ബിയും നല്ല കോലത്തിൽ അല്ലേ, കാന്തപുരത്തിന്റെ ഒക്കെ അല്ലേ ഉള്ളാൾ തങ്ങളെ നിങ്ങളെ പ്രസിഡന്റും സെക്രട്ടറി, നിങ്ങൾ വലിയ വിവരമുള്ള ആൾക്കാർ, പാണ്ഡിത്യത്തിന്റെ നിറകുടം, വിജ്ഞാനത്തിന്റെ കേന്ദ്രം, അറിവിന്റെ കേദാരം ആണല്ലോ. ഒരു ചെറിയ മാറ്റുരയ്ക്കൽ, പാണ്ഡിത്യം എവിടെയാണെന്ന് നോക്കുക, വിവരം എവിടെയാണെന്ന് നോക്കുക, ചെറിയൊരു മാറ്റുരച്ചാൽ നിറം പകരും, മാറ്റാരുടെ മുഖം തെളിയുന്നൊക്കെ സ്വർണത്തിന്റെ ഒക്കെ ജ്വല്ലറിന്റെ പരസ്യത്തിൽ കാണാൻ. മാറ്റുരച്ചു നോക്കുക. ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമയുടെ അഭിവന്യനായ ജനറൽ സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത്, മുഹമ്മദ് ഇസ്മായിൽ മുസ്ലിയാർ കിടങ്ങരി എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ മരുമകനാണ് ഈ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമയുടെ അഭിവന്യരായ ജനറൽ സെക്രട്ടറി, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ്, പണ്ഡിത കേരളത്തിന്റെ സൂര്യ തേജസ്വി VM അബ്ദുറഹീം മുസ്ലിയാർ വളപുരം ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹാനവർ ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒരു ഭാഗത്ത്, കാന്തപുരം വിഭാഗത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും മറുഭാഗത്ത് നിന്നുകൊണ്ട് വൈജ്ഞാനികമായി സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി, ശറഅന് വിരുദ്ധമായി ഖുത്ബുസ്സമാന്റെ ത്വരീഖത്തിൽ പലതുമുണ്ടെന്ന് വീമ്പിളക്കിയ നിന്റെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും ഞങ്ങളുടെ പ്രസിഡന്റിന്റെ ജനറൽ സെക്രട്ടറിയുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ഒന്ന് വൈജ്ഞാനികമായി മാറ്റുരക്കാൻ തയ്യാറുണ്ടോ എന്ന് വിനയത്തോടു കൂടെ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉണ്ടോ? അപ്പൊ കാണാടെ തലീകെട്ട് ടെക്സ്റ്റൈൽസിന്റെ വില ഉണ്ടാകുള്ളൂ, ആ തുണിന്റെ. മനസ്സിലാവും? നീ വന്നിട്ട് അങ്ങോട്ട് പാടുക, നിങ്ങള് പാടിയോണ്ടായിടോ. അയ്യോ, ആർക്കായി പാട്ടറിയാത്ത? വലിയ ഗീർവാണെന്നെടുത്ത് നിങ്ങൾ ആദ്യം ഇതിനെ എതിർത്തത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ എത്രത്തോളം ഉണ്ട് എന്താക്കണം. നിങ്ങൾ ആദ്യം എതിർത്ത റിപ്പോർട്ടാണ്, എതിർത്ത് നിങ്ങൾ നടത്തിയ റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കും. ആലുവ ത്വരീഖത്തിന് ഷിയാ ബന്ധം എന്ന് തുടങ്ങിയിട്ട് സിറാജിൽ വന്നത് 2005 മെയ് 17 ചൊവ്വാഴ്ച വന്ന റിപ്പോർട്ടാണ് വായിക്കുന്നത്. ആലുവ ത്വരീഖത്തുകാരുടെ ഷിയാ ബന്ധം അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് ഇവരുടെ വലിയ AP എന്താ കൊച്ചേപ്പി എന്തോ പേര് പറയാൻ അയാള് വ്യക്തമാക്കി. 4 കിതാബുകൾക്ക് പുറമെ, 4 കിതാബ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. 4 കിതാബുകൾക്ക് പുറമെ ജഫർ എന്ന ഒരു ഗ്രന്ഥത്തിൽ ഇവരുടെ ഷെയ്ഖ് വിശ്വസിക്കുന്നു. ആലുവ ത്വരീഖത്തിന്റെ സിൽസിലയിൽ ഇത് കാണാവുന്നതാണ്. അലി ഇബ്നു അബീ ത്വാലിബിന് അവതരിച്ചതായി പിഴച്ചുപോയ ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണിത്. ഷിയാക്കളുടെ ഉസൂലുൽ കാഫിയിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ത്വരീഖത്ത് പിഴക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കാരണം. എന്താ? ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദലില്ലഹുൽ അലി, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനുഭാവൻ
പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഈ സമ്പൂർണമായ ദീൻ, അതിനെന്താ കുഴപ്പം? ഇവർക്ക് 4 കിതാബിന് പുറമെ ഒരു 5ാം കിതാബുണ്ട്. 5ാം കിതാബ് എന്താ? അതിന്റെ പേര് ജഫർ. അത് എവിടുന്ന് ഇവർക്ക് കിട്ടിയത്? അത് ഷിയാക്കളുടെ ഉസൂലുൽ കാഫി പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്, അതിലുള്ളതാണ്. അത് കാരണത്താൽ ഇവർ ഒരു 5ാം കിതാബിൽ വിശ്വസിക്കുന്നു. ഈ 5ാം കിതാബ് ഷിയാക്കളുടേതാണ്, അതാണ് ഇവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഷിയാക്കളാണ്. ഇവരുടെ മുശാവറയുടെ തീരുമാനത്തിന്റെ ബേസ് അതാണ്. ഇവര് മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? ഇവര് ഈ സമസ്തക്കാരെയും ചില അന്തല്ലാത്ത കുറച്ച് വഹാബിയാളിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ തിരിക്കണ മാതിരി ഒന്ന് അടിച്ചു നോക്കിയതാണ്. ആളുകൾ ഇങ്ങനെ ഖുതുബുസ്സമാന്റെ അടുത്ത് വന്ന് സന്തോഷത്തിലായി ചിരിച്ചു മരിക്കുന്നത് കാണുക. അപ്പൊ ആ കുടുംബം അത് കാണുമ്പോ എന്തെങ്ങനെ ഓനിങ്ങനെ ഷെയ്ഖുനാന്റെ അടുത്ത് ബൈഅത്ത് ചെയ്തതാണ് എന്നറിയുമ്പോ ആ കുടുംബം മൊത്തം പോയിട്ട് ഞങ്ങൾക്കും അങ്ങനെ മരിക്കണം, ഈമാനിലായി സന്തോഷത്തിലായി മരിക്കണം. ഇത് അഹ്സനിയാണ്, അബ്ദുറഹീം അഹ്സനി കൊട്ടപ്പുറം. നിങ്ങളുടെ കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ആളാണ്. എന്താ? ഷെയ്ഖുനാന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിയത് ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റാണ്. എന്താ അങ്ങനെ ഇറങ്ങാൻ കാരണം? അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ ഷുക്കൂർ മൗലവി മഹാനുഭാവനുമായി ഖുതുബുസ്സമാനുമായി ബന്ധം സ്ഥാപിച്ച് ബൈഅത്ത് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ചാരെ നിന്നുകൊണ്ട് ലോകത്തോട് വിട പറയുന്നതിന് അദ്ദേഹം സാക്ഷിയാകുകയാണ്. വാപ്പ പറഞ്ഞു, ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുപോകാം. അദ്ദേഹം തന്നെ വിശദീകരിക്കും. എന്നിട്ട് പറഞ്ഞു, ചായ കൊണ്ടുവരാൻ പറഞ്ഞു. കട്ടൻ ചായയായിട്ട് മകൻ അടുത്തെത്തിയപ്പോ വാപ്പ 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ആവർത്തിച്ച് ചൊല്ലിയിട്ട് പൊട്ടിച്ചിരിച്ച്, പുഞ്ചിരിച്ചല്ല പൊട്ടിച്ചിരിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. മരണം വരെയാണ്. ഞങ്ങൾ കാണാൻ ചെന്നപ്പോ ഷുക്കൂർ ഉസ്താദ് മരണപ്പെട്ട് ഞാൻ ഈ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്തിട്ട് ആദ്യമായി ഒരാൾ മരിച്ചു കിടക്കുന്നത് കാണാൻ പോകുന്നത് ഉസ്താദിന്റെ വാപ്പാൻ. അവിടെ ചെന്നപ്പോ ഒരു പരിചയമില്ലാത്ത ആൾ മരിച്ചു എന്ന് അറിയാത്ത ഒരാൾ ഷുക്കൂർ ഉസ്താദ് മരിച്ചു കിടക്കുന്നത് കണ്ടാൽ പതുക്കെ വിളിക്കും, ഷുക്കൂർ ഉസ്താദ് എണീക്കുന്നില്ല എങ്കിൽ എന്താ ആളെ കളിയാക്കണം, നീച്ചാണെന്ന് പറഞ്ഞ് പിടിച്ച് നീപ്പിക്കാൻ നോക്കും. ഇതല്ല കൂട്ടരെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടി, ഇതല്ലേ ഉമ്മത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? നിങ്ങളൊരു കേശം കൊണ്ടുവരിക, കേശം കൊടുന്നിട്ട് ഇതാ കേശം, എന്നിട്ട് അതിനെ തല്ലൂടുക, ഇങ്ങോട്ട് സർവ എരപ്പത്തരവും പറഞ്ഞുണ്ടാക്കി. എന്നിട്ട് ഇയാള് വന്നിട്ട് പ്രസംഗിക്കാണ്, ഇവര് കോട്ടക്കൽ തെക്ക് ഭാഗത്ത് ഓലി നമുക്ക് അനുകൂലമായിട്ട് പറഞ്ഞിക്കണ്, ഓലി നമ്മളാളെ ഇങ്ങാണ്ട് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ പിടിക്കാൻ നോക്കുകയാണ്. ഓ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആളെ പിടിക്കാൻ ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് ഉൾക്കൊള്ളാൻ മനസ്സുള്ള ഏതെങ്കിലും കാന്തപുരത്തിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ 100% സത്യസന്ധമായി ദീനിന്റെ മഹിതമായ ആദർശം പറഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുള്ള ആരെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അവരെ മുഴുക്കെ മാറ്റി പാർപ്പിച്ചല്ലാതെ ഇൻഷാ അല്ലാഹ് വിശ്രമിക്കുകയില്ല എന്ന് ഞാൻ വിനയത്തോടു കൂടെ പേരോടിനെ ഓർമ്മപ്പെടുത്താണ്. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആളെ കൂട്ടൂല. നമുക്ക് നോക്കാം, അവസാനം സത്യം മനസ്സിലാക്കി പേരോടും വന്നിട്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അയാളോട് നമുക്ക് വ്യക്തിവിദ്വേഷമൊന്നും ഇല്ലല്ലോ. ആദർശപരമായ പാപ്പരത്വം വന്ന് വിളമ്പുമ്പോ അത് ബോധ്യപ്പെടുത്തുക അല്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അവിടെ എന്താ പറഞ്ഞതെന്നറിയോ? തിരുകേശം വിശദീകരിച്ചു, ഞാൻ എന്നെ വിശദീകരിച്ചു. അതിന്റെ കേസറ്റ് ഇവിടെ ഉണ്ടോ? കേസറ്റ് ഇവിടെ വാങ്ങാൻ കിട്ടും. അതൊന്ന് പോയി കേട്ടോണ്ടി ഓല പിന്തുണക്കുന്ന കോലം കാണുന്നില്ല. ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇവർ ഈ കേശം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുത്തിട്ട് അതിന്റെ സാധുത നമുക്കറിയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാണ്, ആരുതാണ് നമുക്കറിയില്ല. അറിയാത്ത കാര്യത്തിൽ പോയിട്ട് ഇടപെടേണ്ട കാര്യമല്ലല്ലോ. നമ്മളത് ഇന്നതാണ് ഒന്നും പറയാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, തിരുകേശ സംബന്ധിയായ ചർച്ചയിൽ കാന്തപുരം ആദ്യം തന്നെ ഒരു പൊട്ടത്തരം പറഞ്ഞു. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടത്തരം അയാൾ പറഞ്ഞു. അയാൾക്ക് ആ പൊട്ടത്തരാണ്, അതുകൊണ്ട് ഞങ്ങളെടുത്ത അബദ്ധം പറ്റി, അതുകൊണ്ട് ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാ ഈ
പറഞ്ഞു കൊടുത്തപ്പോ മൂപ്പര് പറയാം ഞങ്ങൾ കുറെ മധുഹ് ചെയ്തിട്ടുണ്ട് എന്ന്. മധുഹും ദമ്മും തിരിച്ചറിയില്ലെങ്കിൽ എന്താ കാട്ടുക? ഇവിടെ ഒരു പ്രത്യേക ആരാധനാലയത്തിലുള്ള ഒരാൾക്ക് തെറി പറയലാണ്, കേൾക്കലാണ് സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അതിനെതിരായിട്ട് ഇപ്പം അടുത്ത പത്രത്തിൽ കണ്ടു. എന്ന മാതിരി ഇയാൾക്ക് തെറി കേൾക്കലാണോ സന്തോഷം? അങ്ങനെ ഉണ്ടാവാലോ. വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇവര് ആദ്യമായിട്ട് എതിർത്തിട്ട് പറഞ്ഞ എന്താ? പാണ്ഡിത്യത്തിന്റെ ഒരുപാട് പണ്ഡിതന്മാര്, വിജ്ഞാനത്തിന്റെ എല്ലാമായ ഒരുപാട് സാധനങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് അല്ലേ? കാന്തപുരം ഉള്ളാൾ തങ്ങള്. എന്നിട്ട് ഇയാള് പറയാണ് ഇവരെവിടെയും കേരളം എവിടെയും നിന്നിരുന്നേ? ത്വരീഖത്ത് എന്ന് പറയുമ്പോ തന്നെ അങ്ങനെ ഒരു സാധനം ഇല്ലട്ടോ. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മുറിഞ്ഞുപോയി, അസ്തമിച്ചു, കഴിഞ്ഞു, ഇനി ഉണ്ടെങ്കിൽ തന്നെ ബർക്കത്ത് അതെന്നെ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന കേരളത്തിൽ പണ്ഡിത സഭകൾ മുഴുക്കെ ആധ്യാത്മിക നേതാക്കന്മാരുടെ ഗുരുക്കന്മാരുടെ പരമ്പര അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചവർ 824 മുറിഞ്ഞു എന്നൊരു ഈ ഭാഗം പ്രചരിപ്പിക്കുമ്പോ, അങ്ങനത്തെ ആളുകൾ പുറത്ത് വരില്ലെന്ന് പറയുമ്പോ, അത് മാളത്തിലാണെന്ന് പറയുമ്പോ, അത് കിട്ടില്ലെന്ന് പറയുമ്പോ, സാധാരണക്കാർക്ക് പറ്റില്ലെന്ന് പറയുമ്പോ, പണ്ഡിതന്മാർക്ക് വേണ്ടെന്ന് പറയുമ്പോ, ശരീഅത്തനുസരിച്ച് മാത്രം ജീവിച്ചാൽ മതി, ത്വരീഖത്തിന്റെ ആവശ്യമേ ഇല്ലെന്ന് പറയുമ്പോ, അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദല്ലില്ലഹുൽ അലി മഹാനുഭാവൻ രംഗപ്രവേശം ചെയ്യുന്നത്. മഹാനുഭാവൻ പറഞ്ഞു, അടുത്തത് കേരളം ത്വരീഖത്തിന്റെ മണ്ണാകാൻ പോകുകയാണ്. ഇത് പറഞ്ഞപ്പോ അന്ന് കുറെ ആൾക്കാർ ചിരിച്ചു. ത്വരീഖത്തിന്റെ മണ്ണോ? ഷെയ്ഖ് ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ സഭകൾ 4 ഷെയ്ഖ് വേണ്ടെന്ന് പറയുന്ന സഭകൾ 4, ഷെയ്ഖന്മാർ മാളത്തിലാണുണ്ടെങ്കിൽ തന്നെ എന്ന് പറയുന്ന സഭകൾ 4, ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ സഭകൾ 4, കിട്ടാക്കനിയാണെന്ന് പറഞ്ഞ സഭകൾ 4, ആനറാഞ്ചി പക്ഷിയെ പോലെയാണെന്ന് പറഞ്ഞവർ 4. ഇങ്ങനെ ഈ 4 സഭകൾ കടന്ന് കേരളത്തിൽ ത്വരീഖത്തിന്റെ മണ്ണല്ല, ത്വരീഖത്ത് വേണ്ട, ആധ്യാത്മികത്വം അവഗണിക്കപ്പെടേണ്ടതാണ്, മഹത്തുക്കളുടെ സാന്നിധ്യം ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ കൂട്ടത്തിലില്ല എന്ന് പറയണ ഈ രസീൻ. മഹാന്മാരും മഹത്തുക്കളും മഹിതമായ പാരമ്പര്യത്തിന്റെ സൂര്യ തേജസ്വികളായ സൂഫി വര്യരും ഞങ്ങളെ കൂട്ടത്തിലില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആശ്വസിക്കായിരുന്നു. ആ സാധനം തന്നെ ഇല്ല എന്നാ പറയുന്നത് ലോകത്ത്. ആ പറഞ്ഞപ്പോ ഖുതുബുസ്സമാൻ പതുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് കേരളം ത്വരീഖത്തിന്റെ മണ്ണാകാൻ പോകുകയാണ് എന്ന് പറഞ്ഞപ്പോ പരിഹസിച്ച് പല്ലിളിച്ച ആളുകൾ മാറ്റി പറഞ്ഞു, ത്വരീഖത്തുണ്ട്, ഷെയ്ഖുണ്ട്, ഒളിച്ചിരിക്കുകയല്ല, പരസ്യമായുണ്ട്, സമ്പൂർണമായുണ്ട്, ഇവിടെയുണ്ട്, ഇന്നുണ്ട്, കേരളത്തിലുണ്ട്, സർവ്വ ജില്ലകളിലുമുണ്ട്. അവസാനം പേരോട് തന്നെ ആ ബഹുമാനപ്പെട്ട തിരുതൊള്ളയുണ്ട് അല്ലേ? തിരുകേശത്തിന് വേണ്ടി പറഞ്ഞ് ആ തൃത്തൊള്ള കൊണ്ട് പറഞ്ഞു, ഞാനും ഖാദിരിയ ത്വരീഖത്തിൽ മെമ്പറാണ്. ഒരു 5-10 കൊല്ലം മുമ്പ് ഈ സാധനം മുറിഞ്ഞു പോയി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സാധനം അവസാനിച്ചു കഴിഞ്ഞു, ഷെയ്ഖില്ല ഒക്കെ പോയി അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് നാട് നീളെ ഗീർവാണം നടത്തുകയും സർവ പുസ്തകങ്ങളിലും എഴുതി വെക്കുകയും ചെയ്തില്ലേ? രേഖകൾ ഞങ്ങളുടെ അരികിലുണ്ട്. ആണത്വം എന്ന എന്തെങ്കിലും ഒരു സാധനത്തിന്റെ അവശിഷ്ടം പേരോടിന്റെ മുതുകിൽ അവശേഷിക്കുന്നുവെങ്കിൽ, പേരോടിന്റെ ശരീരത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ് ഇവിടെ പരസ്യമായ ഒരു പരിപാടി വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഒന്നൊന്നായി നിന്നെ കൊണ്ട് ഞങ്ങൾ അംഗീകരിപ്പിച്ചല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല. ആ പാട്ടണ നിൽക്കും. എന്താ നീ മനസ്സിലാക്കിയത്? ഖുതുബുസ്സമാൻ പറഞ്ഞത് ശരിയായില്ലേ? AP വിഭാഗത്തിന്റെ ആളുകൾ ഓലെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളായി സാധു, അയാൾ വന്നിട്ട് പറയാ ഖാദിരിയ ത്വരീഖത്തുണ്ട്, നമ്മളും മെമ്പർ തന്നെയാണ്. നാട്ടിലെ SSF എത്ര ആൾക്കാരെ മെമ്പർമാരുണ്ട് ആലോചിച്ചോണ്ടി. മൂപ്പര് മെമ്പറാണ് കാരണം തടിയെടുത്തിക്കണ്. നിങ്ങളൊക്കെ ഒരു നമ്പറായിട്ട് ഇങ്ങനെ പോകുക.
നിങ്ങൾക്ക് മെമ്പർ ആകണ്ടേ? മജീദ് ഉദവി അറിയണേ മൂപ്പര പ്രഖ്യാപനം ത്വരീഖത്തുനിന്ന് അകറ്റാനുള്ള പുതിയ നമ്പറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, കേരളം മാറിയില്ലേ? AP ഭാഗത്തെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചു, ഖുത്ബുസ്സമാൻ പറയിപ്പിച്ചു, ത്വരീഖത്തുണ്ട്, ഷെയ്ഖുണ്ട്, ഞങ്ങളൊക്കെ മെമ്പർമാരാണ് എന്ന്. എന്തേ പറഞ്ഞില്ലേ? പൊന്മളയുടെ ഒന്നായിട്ടുണ്ട് വായിക്കാൻ, ഞങ്ങളെ കയ്യിലുണ്ട്. വായിച്ചാൽ പിന്നെ ആ സാധു കണ്ട് വരൂല പരിസരത്ത്, ഉളുപ്പില്ലെങ്കിൽ വരും. സമസ്ത EK ഭാഗം ആ സാധനം എല്ലാം അറിഞ്ഞു. 824 മുറിഞ്ഞു പോയി എന്ന് ഇനി പറഞ്ഞു. അവരുടെ സമ്മേളനത്തിൽ പുറത്തിറക്കിയ പ്രസിദ്ധീകരണത്തിൽ പരസ്യമായി എഴുതി ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും തബ്ലീഗും ഒക്കെ സമ്പൂർണമായി പൂർണ്ണ അളവിലും തൂക്കത്തിലും ഇവിടെ കിട്ടാണ്ട് മാറ്റി പറഞ്ഞു അല്ലേ? മാറ്റി പറഞ്ഞില്ലേ? ആരാ മാറ്റി പറയാത്ത? നിങ്ങളുടെ പാണ്ഡിത്യം ഒന്നുമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി. നിങ്ങൾ ഈ ത്വരീഖത്ത് ശരിയല്ലെന്ന് പറയാൻ വേണ്ടി പറഞ്ഞ കാരണം എന്താ? ഞാൻ വായിച്ചു. ആലുവ ത്വരീഖത്തുകാരുടെ ഷിയാബന്ധം അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് പറഞ്ഞു. 4 കിതാബുകൾക്ക് പുറമെ ജഫ്രി എന്ന ഒരു ഗ്രന്ഥത്തിൽ ഇവരുടെ ഷെയ്ഖ് വിശ്വസിക്കുന്നു. ആലുവ ത്വരീഖത്തിന്റെ സിൽസിലയിൽ ഇത് കാണാവുന്നതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവതരിച്ചതായി പിഴച്ചുപോയ ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണിത്. ഷിയാക്കളുടെ ഉസൂൽ കാഫിയിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ശരി, എന്താണ് ഇൽമുൽ ജഫ്ർ? എന്താണ് ആ പരിപാടി? അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്ന് ഓല് ഷെയ്ഖുന് കൊടുക്കുന്ന സിൽസിലയിൽ നിന്ന് കണ്ടത്രേ. കണ്ടേക്കോല് നേരെ പോയത് എന്താ ചെയ്യേണ്ടത്? സുന്നി പണ്ഡിതന്മാരാവുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോന്നല്ലേ നോക്കേണ്ടത്? അത് നോക്കിയില്ല. എന്നാ നോക്കിയിട്ട് ഇല്ല എങ്കിൽ ഷിയാക്കളത് കാണുമ്പോ അതിൽ കണ്ടു, ഇനി നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത് അറിയോ, നമ്മളെ കൂട്ടത്തിലുള്ള കുത്തുബഖാനിയിൽ ഇതുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? അതും ചെയ്തില്ല. അപ്പോഴത്തേന് ബേജാറ്, ഞങ്ങളല്ല ആദ്യം എതിർക്കണ്ടേ അല്ലേ? എന്തിനാണ് എല്ലാത്തിൻ്റെയും പിതൃത്വങ്ങനെ ഏറ്റെടുക്കുന്ന പൊന്നു പേരോടെ? വേണോ? എല്ലാ ഏരപ്പത്ത നല്ലൊരു കാര്യമാണ്. നമ്മൾ 4 ആൾക്കാർക്ക് ഈമാൻ കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട്. ഓ, ഞങ്ങളാണ് ആദ്യം ഈമാൻ കൊടുക്കലോ. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. ബാദിറു ബിൽ അഅ്മാലി സ്വാലിഹ, നല്ല കാര്യങ്ങളെ കൊണ്ട്